മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട് ഇ.ഡി. റെയ്ഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇ.ഡി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു CPM പ്രവർത്തകർ. ഈ സംഭവമായിട്ട് ഇപ്പോൾ ബിനീഷ് കോടിയേരിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം ഈ അറസ്റ്റിലായ പ്രതികൾ അല്ലെങ്കിൽ ഈ കേസിൽ ആക്രമിച്ച കേസിൽ 25ഓളം പ്രതികളുമായി ബിനീഷ് കോടിയേരി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ബിനീഷ് കോടിയേരി അന്ന് ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ബിനീഷ് കോടിയേരി മാത്രമല്ല, MV ഗോവിന്ദൻ, കടന്നപ്പള്ളി, അങ്ങനെയുള്ള പലരും ഉണ്ടായിരുന്നു. പല CPM മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയിരുന്നു. ഒടുവിൽ പിണറായി വിജയൻ പറയുന്നു ഇത് എന്നെയല്ല ചോദ്യം ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ അതോടുകൂടി പിരിഞ്ഞു പോകുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ആക്രമണ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, സംഘർഷം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന്റെ ആയി ബന്ധപ്പെട്ട പുതിയ അന്വേഷണം നീളുന്നത് ബിനീഷ് കോടിയേരിയിലേക്കാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ബിനീഷ് കോടിയേരി 25 പ്രതികളുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നതിന്റെ രേഖകളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി ഇങ്ങനെ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ടോ? കാരണം നേരത്തെ ബിനീഷ് കോടിയേരി പല കേസുകളിലും പ്രതിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു സംശയം ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അല്ല, ഈ ഒരു വിഷയത്തിൽ ബിനീഷ് കോടിയേരിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് പോലീസുകാർ അല്ലെങ്കിൽ അവർ തെളിയിക്കേണ്ട കാര്യമാണ്. അന്നേ ദിവസം 25ഓളം പ്രതികൾ അല്ലെങ്കിൽ 25ഓളം പേർ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. CPM നേതാക്കളടക്കമുള്ള മുതിർന്ന ആളുകൾ അടക്കം പങ്കെടുത്തതിൽ 25 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. അതിൽ 20 പേരുമായിട്ട് അല്ലെങ്കിൽ 20ൽ കൂടുതൽ പേരുമായിട്ട് ബിനീഷ് കോടിയേരി ഫോണിൽ അന്നേ ദിവസം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് പോലീസ് അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം ഈ മൊബൈലിന്റെ കോണ്ടാക്ട് എടുത്തതുകൊണ്ടാണ്. അപ്പൊ ബിനീഷ് കോടിയേരിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ മുതിർന്ന നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. MV ഗോവിന്ദനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യും, ജോയിയെ ചോദ്യം ചെയ്യും. പിന്നെയുള്ള ഒരാളാണ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലാണ് കുറച്ച് ദുരൂഹതകളുള്ളത്. കാര്യം ഇത്രയും അല്ലെങ്കിൽ ചെയ്ത പലരുമായും ഇദ്ദേഹം ഒന്നിലധികം പേരുമായി ഇദ്ദേഹം അന്നേ ദിവസം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അവിടെ നടന്ന സംഭവങ്ങൾ പെട്ടെന്നാണ് റെയ്ഡിന്റെ കാര്യം എല്ലാവരും അറിയുന്നത്. റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് CPM പ്രവർത്തകർ അവിടേക്ക് കൂടിച്ചേരുന്നു. വീടിന്റെ മുന്നിൽ സംഘർഷഭരിതമായി നിൽക്കുന്നു, വീട് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ആണ് ബാക്കി ഈ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്. പക്ഷെ ഇത്രയും പേരെ പെട്ടെന്ന് ഒത്തുചേർക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയം ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാവരും ചിന്തിച്ചത് രാഷ്ട്രീയമായി CPM വലിയ അധപ്പതനത്തിൽ നിൽക്കുന്ന സമയം, വലിയ പരാജയമൊക്കെ ഉണ്ടായി, പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്ന സമയത്താണ് ED റെയ്ഡുമായി വരുന്നത്. അത് രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം? കാര്യം തെരുവിലിറങ്ങുമ്പോൾ അത് അല്ലെങ്കിൽ സമരമാകുന്നു. CPM-ലും LDF ഇതുവരെ ഇല്ലാത്തൊരു ഐക്യം കൊണ്ടുവരാൻ ഈ സമരത്തിലൂടെ കഴിയും. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്നുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൂടി ED റെയ്ഡ് ആകുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് തന്നെയാണ് എല്ലാവരും, അല്ലെങ്കിൽ CPM-കാരും ഒന്നടങ്കം കരുതുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയത് അത് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇത് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കൈവിട്ടു പോയത്. അതിനുശേഷം പിണറായി വിജയൻ വളരെ കൂളായി എന്ന് പറഞ്ഞു, എന്നെ അല്ല ചോദ്യം ചെയ്തത്, വീണ വിജയൻ എന്റെ മകളെ കാണാനാണ് അല്ലെങ്കിൽ മകളുമായി ബന്ധപ്പെട്ട കേസിലാണ് വന്നതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴാണ് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് CPM-കാർ കരുതുന്നത്. പിന്നെ സാധാരണ എല്ലാ കേസിലെയും പോലെ ആയിരുന്നില്ല ഈ കേസ്. CPM-കാർക്ക് എളുപ്പത്തിൽ ഊരി വരാൻ പറ്റാത്തൊരു കേസ് കൂടിയായിരുന്നു. കാര്യം ED ഉദ്യോഗസ്ഥരെ, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ തിരികെ ഓഫീസ് എത്തുന്നത് വരെ അവർ ഓൺ ഡ്യൂട്ടിയാണെന്നാണ് കോടതി പോലും പറഞ്ഞത്. അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ള കേസിലാണ് ഒരുപാട് ദിവസമായി പല തവണ ജാമ്യത്തിന് അപേക്ഷ, പലരുടെയും ജാമ്യാപേക്ഷ തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുമ്പോഴാണ് ബിനീഷ് കോടിയേരിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതിന്റെ അകത്ത് രണ്ട് കാര്യമാണല്ലോ. ഒന്ന്, ബിനീഷ് കോടിയേരി ഇപ്പൊ CPM-ന്റെ അകത്തുള്ള ആളുകൾക്ക് പോലും ഒരു ചെറിയ സംശയമുണ്ട്. കാര്യം ഇത്രത്തോളം ഈ വിഷയത്തെ വഷളാക്കിയത് അത് അക്രമ സംഭവത്തിലേക്ക് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായി CPM അവരുടെ പ്രതിഷേധ സമരമായത് ഒതുങ്ങി നിർത്തുന്നത്. അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാൽ നടപടി ശക്തമായിരിക്കും എന്നുള്ള അറിവില്ലാത്തവരൊന്നും ആയിരിക്കില്ല എന്തായാലും പ്രവർത്തകർ. കാരണം അവർക്ക് അറിയാവുന്നത്, ഏതൊരാൾക്കും അറിയാവുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയതിന് പിന്നിൽ പുറത്തുനിന്ന് പ്രതിഷേധിക്കുന്നതൊക്കെ തിരിച്ച് ഇറങ്ങി വരുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുള്ള ഒരു
അത് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ട് തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ആരും അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഒരിക്കലും. ഇവിടെ എന്തോരം റെയ്ഡുകൾ നടത്തിയിരിക്കുന്നു, ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ എത്ര പേര് എടുത്ത സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കും, ആരെയൊക്കെ ചോദ്യം ചെയ്തിരിക്കുന്നു, ഇതിനു മുമ്പ് എത്ര നേതാക്കൾ ചോദ്യം ചെയ്തു. പക്ഷെ ആരും ആക്രമിക്കാനൊന്നും നിന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഒരു തെളിവ് അപ്പോഴേ അതിനൊരു സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പൊ പറയുന്ന ഉയർന്നു കേൾക്കുന്ന പേര് ബിനീഷ് കോടിയേരിയുടേതാണ്. അത് നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതിനു മുൻപ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട് എന്ന് പറയുന്ന ഒരു പ്രധാന കാരണമുണ്ട്, അല്ലെങ്കിൽ കാര്യമുണ്ട്. അന്ന് പിണറായി വിജയൻ ബിനീഷിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് തിരികെ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും പറയേണ്ടത് കോടിയേരിയുടെ കാര്യമായിരുന്നു. തന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ എന്ന നിലപാടായിരുന്നു. പക്ഷെ അന്ന് ഉറച്ച നിലപാടെടുത്ത ആൾ പിണറായി വിജയനായിരുന്നു. ബിനീഷിനൊപ്പം കൂട്ടേണ്ട ആവശ്യമില്ല, പാർട്ടി സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ല, പാർട്ടി എന്തിന് ഇതൊക്കെ ഏറ്റെടുക്കണം, ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ എന്തിനു ഭയക്കണം, തെറ്റ് ചെയ്ത ആളല്ലേ ഭയക്കേണ്ടതുള്ളൂ, നിയമ നടപടികൾ തന്നെ നേരിടട്ടെ എന്നുള്ള നിലപാടായിരുന്നു പിണറായി വിജയൻ. അതേ പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മുന്നിൽ സമരത്തിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സംഘർഷത്തിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ അക്രമ സംഭവ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൂടി മുന്നിലുണ്ടായിരുന്നു ബിനീഷ്. അന്ന് എല്ലാവരും, അല്ലെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയത് ബിനീഷിനാണ്. നമ്മളൊന്ന് ഓർക്കണം, ബിനീഷ് അന്ന് എല്ലാവരും പറഞ്ഞ എന്താണ്, തനിക്കെതിരെ അന്ന് അത്രയും ശക്തമായ നിലപാടെടുത്തിട്ടും വീണ പാർട്ടിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ബിനീഷ് മുന്നിൽ വന്നു. എന്നോട് കാണിച്ച നീതി ഇതല്ലല്ലോ എന്ന് പോലും ബിനീഷ് ചോദിക്കാനോ തള്ളിപ്പറയാനോ ശരിയായില്ലെന്ന് അന്നത്തെ മാധ്യമ ശ്രദ്ധ മുഴുവൻ കിട്ടിയ ആളാണ് ബിനീഷ്. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത വെച്ച്, അല്ലെങ്കിൽ 20ഓളം ആളുകളെ ബിനീഷ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം ജെനുവിനാണ്, ബിനീഷ് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, പണ്ട് ചെയ്തതിന് ബിനീഷ് പകപോക്കിയതാണ് നമുക്കറിയില്ല. കാര്യം രാഷ്ട്രീയമാണ്. അല്ലാതെ ബിനീഷ് അത്രയും നാൾ, അല്ലെങ്കിൽ അതിനു മുൻപ് നമുക്കറിയാം ബിനീഷുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുൻപ് തന്നെ അവരുടെ CPM-ൽ നിന്ന് പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ബിനീഷിനെതിരെ ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട റെയ്ഡ്, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരുന്നതും. അത് പിന്നെ അക്രമത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്ന് CPM-ലെ പല നേതാക്കൾ പോലും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് എത്തുമെന്ന്. അപ്പൊ 20ഓളം പേരുമായി ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയാണോ ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നൊരു ചോദ്യം പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ വിനീഷിനെ ലഹരി കേസിലൊക്കെ അറസ്റ്റിലാകപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള കേസുമായിട്ടാണ് ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ ജയിലിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാം ചിലപ്പോൾ ഒരു നിരപരാധിയായിരുന്നിരിക്കാം, അതൊന്നും പുറത്തറിഞ്ഞിട്ടില്ല എങ്കിലും. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എന്നുള്ളത് നമുക്ക്. കാരണം മകന് ഇങ്ങനെ ഒരു കേസിൽ പെട്ടത് കോടിയേരി വളരെയേറെ വിഷമിപ്പിച്ചു. മറ്റൊരു കാര്യമുണ്ട്, അല്ല അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഇയാൾ തെറ്റ് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളെങ്കിലും, പക്ഷെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോടിയേരിയെ വളരെയേറെ വിഷമിപ്പിച്ച, അല്ലെങ്കിൽ ഒരു താഴ്ത്തി ഒതുക്കുന്ന രീതിയിലേക്ക് ഒതുങ്ങിപ്പോയി അദ്ദേഹം പഴയ പോലെ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പിണറായി വിജയനെയും കോടിയേരിയെ എടുത്തു നോക്കുമ്പോൾ അന്ന് ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ കാര്യം തന്റെ മകൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ മകൻ എന്ന ലേബലിൽ അവനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ എന്ന ലേബൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനത് തെളിയിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പാർട്ടി സംരക്ഷണം നൽകണ്ട. പക്ഷെ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കാര്യം വന്നപ്പോൾ പിണറായി വിജയൻ ആർജവത്തോടെ ഇത്തരം നിലപാടെടുക്കാൻ എന്താണ്? ബിനീഷ് എന്ന് പറയുന്നത് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എവിടെയാണ് പിണറായി വിജയന്റെ മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്? അവർക്കൊരു മെമ്പർഷിപ്പ് തന്നെ, CPM-ൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് പോലും പലർക്കും സംശയമാണ്, CPM-ന്റെ നേതാക്കൾക്കടക്കം. അപ്പൊ അത്തരം ഒരാൾക്ക് അന്ന് കോടിയേരി എടുത്ത നിലപാട് എന്തായിരുന്നു? പക്ഷെ ബിനീഷ് അന്ന് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയത് ബിനീഷാണ്. അന്ന് പിണറായി വിജയൻ എടുത്ത നിലപാട്, CPM-ൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബിനീഷ് അവിടെ സമര മുഖത്തുണ്ടായിരുന്നു, നേതാക്കൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ബിനീഷിന് നേരെ കേസ്, അല്ലെങ്കിൽ ബിനീഷിനാണോ എന്നൊരു സംശയം മാത്രമാണ്. ഗൂഢാലോചനയിൽ ബിനീഷിന് പങ്കുണ്ടോ എന്നാണ്. പങ്കുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ പക പോക്കിയതാണെന്ന് തന്നെ മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ പങ്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരായാലും, അതിപ്പോ MV ഗോവിന്ദനെ ചോദ്യം ഞാൻ വിളിപ്പിക്കും എന്ന് പറയുന്നുണ്ട്, ബ്രിട്ടാസിനെ വിളിപ്പിക്കുന്നുണ്ട്, ജോയിയെ വിളിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവർ 3 പേരാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ പറയുന്ന ബിനീഷ് ആണെങ്കിൽ പോലും ആരായാലും ഈ കളിച്ച ആൾക്കറിയാം ഇത് CPM-ന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ആ പണി അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതാണ്. കാര്യം ED ഉദ്യോഗസ്ഥരെ പൊതുമുതൽ നശിപ്പിച്ചാൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നമാകുന്നിടത്താണ് ED ഉദ്യോഗസ്ഥരെ. എന്നിട്ട് പറഞ്ഞ വാദം എന്താണ്? റെയ്ഡ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ആക്രമിച്ചത്. അത് ന്യായമല്ല, അവർ ഡ്യൂട്ടിയാണ് എന്ന് കോടതി പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഇത് മുഴുവൻ ബിനീഷിന്റെ, അല്ലെങ്കിൽ ബിനീഷിന്റെ തലയിലേക്കാണോ പോകുന്നത് നമുക്കറിയില്ല. ബിനീഷ് ആണ് എല്ലാം ബിനീഷിന്റെ തലയിലേക്ക് വെക്കാനും ഇനിയിപ്പോ പാർട്ടി നോക്കുമ്പോ ഈ വിഷയത്തിൽ പാർട്ടി ഒന്നിലധികം തവണ ഉത്തരമില്ലാതെ നിന്നൊരു വിഷയം കൂടിയാണ്. അപ്പൊ എല്ലാം ഇനി ബിനീഷിന്റെ തലയ്ക്ക് വെച്ച് ഊരി പോരാനാണോ ശ്രമിക്കുന്നത്? കാര്യം പല ആവർത്തി പല CPM-ലെ നേതാക്കളും അണികളും ചോദിച്ചൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ അല്ല ചോദ്യം ചെയ്തത്, വീണ വിജയന് പാർട്ടി എന്തിന് സംരക്ഷണം നൽകണമെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ബിനീഷിന്റെ തലയിൽ വെച്ച് ഊരാനുള്ള സാധ്യതയുമുണ്ട്.